കോൺഗ്രസ്സുകാരെ അടിമുടി അണികൾ മുഴുവൻ വിമർശിച്ചുകൊണ്ടിരുന്ന സമയത്ത്, രൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരുന്ന സമയത്ത് അയാളെ പരസ്യമായി ന്യായീകരിക്കാൻ ഒരു ഉളുപ്പും കാണിക്കാതിരുന്ന ആ സ്ത്രീ. ഉമ്മൻചാണ്ടിയുടെ അനുഭവങ്ങളുണ്ട്, പിണറായി വിജയൻ്റെ അനുഭവങ്ങളുണ്ട്, ഉമ്മൻചാണ്ടി എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നുള്ള അനുഭവങ്ങളുണ്ട്, പിണറായി വിജയൻ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നുള്ള അനുഭവങ്ങൾ ഉണ്ട്. നമ്മുടെ മനസ്സിൽ ഉമ്മൻചാണ്ടി ഉണ്ട്, പക്ഷേ നമ്മുടെ മനസ്സിൽ പിണറായി വിജയൻ ഇല്ല. നമസ്കാരം. UDF സർക്കാർ അധികാരത്തിൽ വന്ന് VD സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷം നിരവധി പ്രതീക്ഷകളുണ്ടായിരുന്നു കേരള സമൂഹത്തിന്. പക്ഷേ നിർഭാഗ്യവശാൽ ഓരോ ദിവസവും പിണറായി വിജയൻ്റെ മറ്റൊരു പതിപ്പായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ദയനീയമായ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് VD സതീശൻ. ഇന്നലെ തന്നെ നിയമസഭയിൽ കുട്ടനാട് MLA റെജി ചെറിയാൻ്റെ ഒരു ചോദ്യത്തിന്, അതായത് ചമ്പക്കുളം വള്ളംകളിയുമായി ബന്ധപ്പെട്ട് അവധി പ്രഖ്യാപിക്കുമോ, പ്രാദേശിക അവധി പ്രഖ്യാപിക്കുമോ എന്നുള്ള ചോദ്യത്തിന് പരിശോധിച്ച് മറുപടി പറയാമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സീറ്റിലേക്ക് ഇരുന്നിട്ട് തൊട്ടടുത്തിരുന്ന കുഞ്ഞാലിക്കുട്ടിയോട് ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് പറഞ്ഞത്, അത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇത് ഒരുമാതിരി പ്രൈമറി ക്ലാസ്സിലെ പിള്ളേർ പറയുന്നത് പോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇത്രയധികം തരം താണു പോയി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് അത്തരത്തിലായി എന്ന് പറഞ്ഞാൽ അതിനെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. സതീശൻ്റെ ഈ ഒരു ശൈലിയുമായി എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും? അല്ല, അതിൽ ഈ പറഞ്ഞ പോലെ ഒരു ലാർജർ ക്വസ്റ്റ്യൻ അതിനകത്ത് ഇൻവോൾവ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് സതീശന് എത്ര ആൾ മുന്നോട്ട് പോകാൻ പറ്റും എന്നൊക്കെയുള്ള ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. അത് വരുന്നതിന് മുമ്പ് ഈ രാഷ്ട്രീയ പ്രവർത്തകർ കാണിക്കേണ്ട ഒരു മിനിമം സത്യസന്ധതയും മര്യാദയൊക്കെ ഉണ്ട്. രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ആരാ? രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് വേണ്ടി ജനോപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പൊതുജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോൾ പൊതുജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന അധികാര സ്ഥാനത്തിരുന്ന് അവർക്ക് വേണ്ടി സതുദ്ദേശപരമായി നിർവഹിക്കുന്നവർ, അവരാണല്ലോ രാഷ്ട്രീയ അധികാരത്തിലേക്കൊക്കെ വരുന്നത്. ഇനി അതൊന്നും അല്ലാതെ രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിൽ പോലും അതിനകത്ത് ഇംപ്ലൈഡ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അനുകൂലമായി ജനോപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന് വേണ്ടി എന്നുള്ളതാണ്. രാഷ്ട്രത്തിന് വേണ്ടി എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ രാഷ്ട്രത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നിയമങ്ങളും ഭരണഘടനയും ഒക്കെ അനുസരിച്ചുകൊണ്ട് അതിൻ്റെ 4 അതിരുകൾക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ് രാഷ്ട്രീയക്കാർ. അതിൽ തന്നെ അധികാരത്തിലേക്ക് വരുന്നവർ എന്ന് പറയുന്നത് അവർ ജനങ്ങൾക്ക് വേണ്ടി ജനോപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു തത്വം. ആ തത്വം ഇപ്പം അങ്ങനെയൊന്നും അല്ല എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ അധികാര സ്ഥാനത്തിരിക്കുന്നവർ, ഒരു മുഖ്യമന്ത്രി ആയാലും മന്ത്രിമാരായാലും ഒക്കെ പുലർത്തേണ്ട ഒരു മിനിമം ഒരു ഡെക്കോറമുണ്ട്, മിനിമം ചില പെരുമാറ്റ രീതികളുണ്ട്. അത് തന്നെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ആ മുഖ്യമന്ത്രി സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ തലവനാണ്. അയാളിൽ ഒരു പിടി ഉത്തരവാദിത്വങ്ങൾ അയാളിൽ അർപ്പിതമാണ്. കാരണം സംസ്ഥാനത്തിന് വേണ്ടി, സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടി ആത്യന്തികമായി തീരുമാനമെടുക്കാനുള്ള ഉത്തരവാദിത്വങ്ങൾ അർപ്പിക്കപ്പെട്ടിട്ടുള്ള, ഭരണഘടനാപരമായി തന്നെ അർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭരണഘടനാ സ്ഥാനം അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ് മുഖ്യമന്ത്രി. അപ്പം ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നയാൾ സ്വാഭാവികമായും ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ബാധ്യതകളും തന്നിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പം കേരളത്തിൽ ജനോപകാരപ്രദമായി പ്രവർത്തിച്ച മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്. ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി എത്രത്തോളം ജനോപകാരപ്രദമായിട്ടാണ് സംസ്ഥാനം ഭരിച്ചിരുന്നത് എന്ന് നമുക്കറിയാം. പാവപ്പെട്ടവൻ തോറ്റുപോയി, അതൊക്കെ വേറെ കാര്യം. അങ്ങനെ ഒരു മുഖ്യമന്ത്രി നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സ്ഥാനത്തേക്ക് പിന്നീട് 10 വർഷം വന്ന ഒരു മുഖ്യമന്ത്രി നമ്മൾ കണ്ടിട്ടുണ്ട്. അയാളെക്കുറിച്ച് നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുകയാണ്. റദ്ദാക്കപ്പെട്ടു പോയ മനുഷ്യനാണ്. ഒരു കീറക്കടലാസായിട്ട് ചവറ്റോട്ടൽ, ഒരു കീറക്കടലാസായിട്ട് മൂലയ്ക്കായിട്ട് അയാൾ ഇപ്പോൾ കിടക്കുകയാണ്. നിയമസഭയിൽ ഉണ്ടെങ്കിലും അയാൾ അങ്ങ് റദ്ദാക്കപ്പെട്ടു പോയി 10 വർഷം കൊണ്ട്. അപ്പം ഈ അനുഭവങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഉമ്മൻചാണ്ടിയുടെ അനുഭവങ്ങളുണ്ട്, പിണറായി വിജയൻ്റെ അനുഭവങ്ങളുണ്ട്, ഉമ്മൻചാണ്ടി എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നുള്ള അനുഭവങ്ങളുണ്ട്, പിണറായി വിജയൻ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നുള്ള അനുഭവങ്ങൾ ഉണ്ട്. നമ്മുടെ മനസ്സിൽ ഉമ്മൻചാണ്ടി ഉണ്ട്, പക്ഷെ നമ്മുടെ മനസ്സിൽ പിണറായി വിജയൻ ഇല്ല. അപ്പം ഇതൊക്കെ തന്നെ അടിസ്ഥാനപരമായി നമ്മൾ നോക്കുമ്പോൾ അവരുടെ പെരുമാറ്റ രീതി കൊണ്ടാണ് നമ്മൾ ഒരാളെ ഓർക്കുന്നതും നമ്മൾ ഒരാളെ ഓർക്കണ്ട എന്ന് ആഗ്രഹിക്കുന്നത്.
തീർച്ചയായും. എങ്ങനെയെങ്കിലും മറന്നാൽ മതി എന്നാണ് നമ്മൾ വിജയനെ കുറിച്ച് ആലോചിക്കുന്നത്. വിജയനെ കുറിച്ച് ഓർക്കാൻ നമ്മുടെ മനസ്സിൽ ഒന്നുമില്ല, നല്ലതായി ഒന്നുമില്ല, നല്ല ഓർമ്മകളൊന്നുമില്ല, ചീത്ത അനുഭവങ്ങൾ മാത്രം. അല്ല, പിണറായി വിജയനെ കുറിച്ച് ഓർക്കുമ്പോൾ ഓർമ്മ വരുന്നത് എന്താണ്? തല്ലിച്ചതയ്ക്കുന്നത്, കള്ളക്കേസിൽ കൊടുക്കുന്നത്, പോലീസ് കൊണ്ടുപോകുന്നത്, റെയ്ഡ് നടത്തുന്നത്, ഇതൊക്കെയല്ലേ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുള്ളൂ. എന്നാൽ ഉമ്മൻചാണ്ടിയെ കുറിച്ച് അങ്ങനെയാണോ? ഉമ്മൻചാണ്ടിയെ കുറിച്ച് ആരോപണങ്ങൾ വന്നിട്ടുണ്ടല്ലോ. പക്ഷേ ഉമ്മൻചാണ്ടിയെ കുറിച്ച് നമ്മൾ ഓർക്കുന്ന ആരോപണങ്ങളുടെ കാര്യത്തിലാണോ അതോ അയാളുടെ പോസിറ്റീവ്സിലാണോ? അതെ, അയാൾ മരിച്ചിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ആ ചിരിക്കുന്ന മുഖമാണ് ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയുന്നത്. തീർച്ചയായും അതാണ്. അപ്പൊ സ്വാഭാവികമായും തന്നിൽ അർപ്പിതമായിട്ടുള്ള ഭരണഘടനാ ബാധ്യതകൾക്ക് അപ്പുറത്ത് ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണ് കാര്യങ്ങളും ഇടപെടുന്നത്, ജനങ്ങളോട് ഇടപഴകുന്നത് എങ്ങനെയാണ്, എത്രത്തോളം പറഞ്ഞത് ചെയ്യുന്നവനാണ്, എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടിയും പ്രതിബദ്ധതയോടുകൂടിയും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് എന്നൊക്കെ പറയുന്നത് ഓരോ രാഷ്ട്രീയ നേതാവിലും അന്തർലീനമായിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷതയാണ്. അല്ലാതെ ഇപ്പം സതീശൻ എഴുന്നേറ്റ് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ എതിര് സംസാരിക്കാം എന്നൊന്നും ഒരിടത്ത് എഴുതി വെച്ചിട്ടില്ല. ഉമ്മൻചാണ്ടി കാരുണ്യത്തോടു കൂടിയും പറയുന്നത് പോലെ ചെയ്യും എന്നുള്ളത് ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. പക്ഷെ ഇതൊന്നും എഴുതി വെക്കാത്ത മനുഷ്യന്റെ അവരുടെ സ്വഭാവ രീതി ജനിതകത്തിലുള്ളതാണ്, അവരുടെ DNA-യിലുള്ളതാണ് ഇതുപോലുള്ള പെരുമാറ്റങ്ങൾ. ഇപ്പൊ നമ്മൾ അച്യുതാനന്ദനെ കണ്ടിട്ടുണ്ട്. അച്യുതാനന്ദൻ വളരെ ഗൗരവക്കാരനാണ്. അച്യുതാനന്ദന്റെ രീതികളെല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷെ അച്യുതാനന്ദനാണ് നമ്മൾ ഏറ്റവും ജനോപകാരപ്രദമായി പ്രവർത്തിച്ച ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഇപ്പോഴും നമ്മൾ കാണുന്നത്. മനസ്സിലായി? അപ്പം ഇതൊക്കെ ഓരോ രാഷ്ട്രീയ നേതാവിലും അന്തർലീനമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളാണ്. അല്ലാതെ എന്തെങ്കിലും നിയമം എഴുതി വെക്കുമല്ലോ, ഭരണം എഴുതി വെക്കുമോ, അല്ലെങ്കിൽ സിവിൽ നിയമങ്ങൾ എഴുതി വെക്കുന്നോ അനുസരിച്ചല്ല അല്ലല്ലോ. അതാണ് ഞാൻ DNA ആണ് ജനിത കാണുന്നത്. അവിടെയാണ് നമ്മൾ ഈ സതീശൻ എന്ന് പറഞ്ഞ നേതാവിനെ നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. ഇപ്പൊ സതീശൻ എന്ന് പറഞ്ഞ നേതാവ് നമുക്കറിയാം നമ്മുടെയൊക്കെ ശ്രദ്ധയിലേക്ക് വരുന്നത് തന്നെ 2011-16 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരായി ആ മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ പടയൊരുക്കം നടത്തുന്ന ഒരാളായിട്ടാണ് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത്. എൻ്റെയൊക്കെ ശ്രദ്ധയിൽ അങ്ങനെയാണ് വരുന്നത്. ഞാൻ 2011 മുമ്പൊന്നും VD സതീശനെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. MLA ആയിട്ടുണ്ടായിരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ശ്രദ്ധയിൽ വരുന്നത് തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായിട്ടൊരു പോരാട്ടം നടത്തുന്ന ഒരു നേതാവാണ്. പക്ഷെ എനിക്ക് ആ സമയത്ത് ഇയാളോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു. കാരണം ഉമ്മൻചാണ്ടി അയാളുടെ നേതാവാണെങ്കിൽ പോലും ഉമ്മൻചാണ്ടി എടുക്കുന്ന തെറ്റായ നയ സമീപനങ്ങളെ അയാൾ പരസ്യമായി എതിർക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. എന്നാൽ 2016 അയാൾ പുടുന്നനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് എത്തിപ്പെടുന്നു. അതും വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ വരുന്നത്. അതും ഈ പറഞ്ഞതുപോലെ ഒരു സോഷ്യൽ നവമാധ്യമ സൃഷ്ടി ഒരു ഉൽപ്പന്നം എന്നുള്ള നിലയിലാണ് വരുന്നത്. അപ്പോഴാണ് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുമ്പോഴാണ് സതീശനെ കുറിച്ച് കൂടുതൽ ആൾക്കാർ അറിയുന്നത്. അല്ലാതെ ഹരിത MLA എന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയ ഓളം ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ ആർക്കറിയില്ല. ഇനി ആ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തെ പ്രവർത്തനം ആ സമയത്താണ് ഞാൻ ഈ സതീശൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ നേതാവിനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നത്. ആ മനസ്സിലാക്കിയ സമയത്ത് തന്നെ വളരെ മോശമായിട്ട് തെറ്റായിട്ടുള്ള ഒരുപാട് സ്വഭാവ രീതികൾ ആ നേതാവിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര അരഗൻ്റായിട്ടുള്ളൊരു മനുഷ്യൻ, കോൺഗ്രസ് അണികളോട് പെരുമാറുന്നതിൽ നിന്നും ഒക്കെ തന്നെ വലിയ ധാർഷ്ട്യത്തോടുകൂടി പെരുമാറുന്ന ആൾ. നമ്മളന്ന് പത്രസമ്മേളനത്തിൽ കണ്ടിട്ടുള്ളതാണല്ലോ. ഈ ഷാളിടാൻ വരുമ്പോഴത്തേക്ക് തട്ടിക്കളയൽ, ചീത്ത വിളി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ സമയത്ത് തന്നെ ഒരു ഇരട്ടത്താപ്പിൻ്റെ ആളാണ് ഇയാൾ എന്നുള്ളൊരു തോന്നൽ അയാളുടെ പ്രതികരണങ്ങളിലൂടെ വ്യക്തമായതാണ് എനിക്കുണ്ടായിട്ടുണ്ട്. മറ്റുള്ളവരുടെ എനിക്കല്ല, എനിക്ക് ഒരു പൊതുപ്രവർത്തന നിലയിൽ എനിക്കുണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ജനകീയമായിട്ടുള്ള സമരങ്ങളുടെ മുന്നിൽ നിന്നിട്ടില്ല, നിയമ പോരാട്ടങ്ങളിൽ ഏർപ്പെടാൻ ഏർപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് 2026 തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും കൃത്രിമമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി അതിൻ്റെ മേലെ മുഖ്യമന്ത്രി. അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഞാൻ അതൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. കാരണം ഇപ്പം തന്നെ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ അനുകൂലമായി ഇയാളെ അധികാര സ്ഥാനത്തേക്ക് കൊണ്ടുവന്നൊരു 90% ആളുകൾ ഈ ഒരു മാസം കൊണ്ട് തന്നെ അയാൾക്കെതിരായി മാറി. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എന്നാൽ എന്നെ ഞെട്ടിച്ച് കളഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത്, ഇയാൾ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഈ സതീശൻ എന്ന് പറഞ്ഞിട്ടുള്ള നേതാവിൽ ഉണ്ടായിട്ടുള്ള പരസ്യമായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞൊരു
രീതിയാണ്. അതെ അതെ, ഒരു പരകായ പ്രവേശം പോലെയായിരുന്നു അദ്ദേഹം പലപ്പോഴും പെരുമാറുന്നത്. അതായത് ഇപ്പം ഏത് വിഷയത്തെക്കുറിച്ചായാലും അയാൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞ നിലപാടിൽ നിന്ന് കടകം മറിയാൻ, മലക്കം മറിയാൻ അയാൾക്ക് യാതൊരു ഉളുപ്പുമില്ല എന്നുള്ളത് നമ്മളെ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുക. നമ്മളെ അത്ഭുതപ്പെടുത്തുക. നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് കൊണ്ടാണ്. അതെ, തീർച്ചയായും. ഏറ്റവും പുതിയത് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുന്നതിനെതിരെയൊക്കെ അയാൾ നടത്തിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള കടന്നാക്രമണം കണ്ടാൽ അയാൾ അധികാരത്തിൽ വന്നാൽ മദ്യം പോലും നിരോധിക്കും നമുക്ക് തോന്നിക്കുന്നത്. അതുപോലത്തെ അതിശക്തമായിട്ടുള്ള നിലപാടായിരുന്നു. ആ നിലപാടെടുത്തയാൾ അധികാരത്തിൽ വന്നും മണിക്കൂറുകൾക്കുള്ളിൽ അതേ നിലപാട് നടപ്പിലാക്കുകയും ഇടത് സർക്കാർ ചട്ടം ഭേദഗതി ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ ഇത് നടപ്പിലാക്കുന്നു പറയുന്ന ഒരു ഉളുപ്പും ഇല്ലാത്ത കാര്യങ്ങൾ അയാൾ പറയുകയാണ്. മനസ്സിലായി? എന്നിട്ട് അയാൾ ആരോടും ആലോചിക്കുന്നില്ല, മുന്നണിയിൽ ആലോചിക്കുന്നില്ല, മന്ത്രിസഭയിൽ ആലോചിക്കുന്നില്ല, ഒന്നുമില്ല. ക്യാബിനറ്റിൽ ആകെ ആലോചിച്ചിട്ടുള്ളത് തന്നോട് മാത്രം. മനസ്സിലായി? ഒരുപക്ഷെ ബെക്കാടിയോടും അങ്ങനെ ആരോടും വരുന്നുണ്ട്. അപ്പം ഒന്ന്, ഇയാൾക്ക് ഈ നിലപാടിൽ നിന്ന് കടകം മറിയാൻ, മലക്കം മറിയാൻ ഒരു തരത്തിലുള്ള ഉളുപ്പും ലജ്ജയും അയാൾക്കില്ല. നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്? പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണല്ലോ ഒരു മുഖ്യമന്ത്രിയുടെ അടിസ്ഥാന ചുമതല. അതെ. എന്നാൽ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ താൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതിന് കടകവിരുദ്ധമായി നടപ്പിലാക്കാൻ ഇയാൾക്ക് യാതൊരു മടിയില്ല. അത് അത്ഭുതകരമാണ്. ഇപ്പം ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ തമാശം ചെയ്ത് വേറൊരു വീഡിയോ പിന്നീട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതായത് ഇയാളെ ഏറ്റവും കൂടുതൽ ഇയാളെ പിന്തുണച്ച് അധികാരത്തെ കസേരെ കൊണ്ടൊന്ന് ഇരുത്തിയ ചാനലാണ് ഏഷ്യാനെറ്റിന് പോലും ഇപ്പൊ തിരിച്ചു പറയേണ്ടി വന്നു. ഏഷ്യാനെറ്റാണ് ഇപ്പൊ തിരിച്ചു പറയുന്നത്. അതെ. ഏഷ്യാനെറ്റിലെ അബ്ജോദ് വർഗീസ് എന്ന് പറഞ്ഞിട്ടുള്ള അയാള് ഒരു ദിവസം മുഖ്യമന്ത്രി തീരുമാനിച്ചു, ഇനി നമുക്ക് മന്ത്രിസഭ തീരുമാനിക്കാം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി ഞങ്ങൾ തീരുമാനിക്കും, ഇനി നമുക്ക് മന്ത്രിസഭയിലേക്ക് പോകാമെന്ന് പറഞ്ഞ ആളാണ് ഇയാൾ. അയാളിപ്പോൾ വാ തുറന്നാൽ ഇയാൾക്കെതിരായിട്ട് മാത്രമേ പറയുന്നുള്ളൂ. അത് മാത്രമല്ല, വി എം സുധീരൻ, മുസ്ലിം ലീഗൊക്കെയാണ് ഇദ്ദേഹത്തിന്, ക്രിസ്ത്യൻ സഭ അല്ലെ, ലീഗാണ് ശക്തമായിട്ട് പിന്നെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് വാദിച്ചത്. ഇപ്പം ഞാൻ പുതിയതായിട്ട് കണ്ടു, ഇന്ധന സെസ് ഏർപ്പെടുത്തിയത് അത് കുറയ്ക്കണം, അതിൻ്റെ ഒരു ഭാഗം എടുത്ത് സാമൂഹ്യ പെൻഷൻ കൊടുക്കണം എന്നൊക്കെ അതിശക്തമായി പറഞ്ഞിട്ടുണ്ട് ഇയാൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴത്തേക്ക്. ഇപ്പോൾ അയാൾക്ക് അത് സംബന്ധിച്ച് കടകവിരുദ്ധമായിട്ടുള്ള നിലപാടാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ അഴിമതി വിരുദ്ധനായിരുന്ന ആളാണ്. 500 കോടി രൂപയുടെ തോട്ടണ്ടി അഴിമതിയിൽ പിന്നെ കള്ളത്തരം കാണിച്ച ആർ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞവനെ പ്രോസിക്യൂട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി അവസാന നിമിഷം വരെ ശ്രമിക്കുന്നത്. ഇപ്പോൾ 24-ാം തീയതി ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ എന്തോ ഒരു വലിയ പരിപാടി വെച്ചിട്ട് അവസാനം ചെല്ലാൻ എന്ന് പറഞ്ഞ് അവസാനം ചെല്ലാതിരിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഇവിടെ ഞാൻ ആ പരിപാടിക്ക് വരില്ല, നിങ്ങളൊരു അഴിമതിക്കാരെന്ന് പറയാനുള്ള മര്യാദ ഏൽക്കില്ല. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നിലപാടിൻ്റെ രാജകുമാരനല്ലേ ഇരട്ടത്താപ്പിൻ്റെ രാജകുമാരനാണോ എന്നുള്ള നിലയിലാണ് ഇയാളുടെ പിന്നെ പ്രതികരണങ്ങൾ മുഴുവൻ. അതെ. അതിപ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ആയാലും ഈ പറഞ്ഞ പോലെ ഇന്ധന സെസിൻ്റെ കാര്യമായാലും ഒക്കെ തന്നെ. അതുപോലെ തന്നെയാണ് ഈ IAS ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്ന കാര്യത്തിൽ നമുക്ക് വേറൊരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. IAS ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുമ്പോൾ അയാൾ എന്താ ചെയ്തിട്ടുള്ളത്? ദിവ്യ AS അയ്യർ എന്ന് പറഞ്ഞൊരു വനിത, അവരെങ്ങനെയായിരുന്നു നമുക്കറിയാമല്ലോ. അതെ, പിണറായി വിജയൻ്റെ കാലത്ത് പിണറായി വിജയനെ മാത്രം ആനയെ മാത്രമല്ല പിണ്ടത്തിനെ പോലും പുകഴ്ത്തുകയായിരുന്നു. പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി കവച കുണ്ടലം തീർത്തു എന്നാണ്. പിന്നെ മറ്റേ കെ രാധാകൃഷ്ണൻ ആലിംഗനം ചെയ്തിട്ട് അതെടുത്ത് പോസ്റ്റ് ഇട്ടത്. അതെ, ഒരുപാട് പിണറായി വിജയന്റെ മകളാണ് താൻ എന്നുള്ള നിലയിൽ, പിണറായി വിജയനക്ക് മകളോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹമാണ് അവരോടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെ കോൺഗ്രസ്സുകാരെ അടിമുടി അണികൾ മുഴുവൻ വിമർശിച്ചുകൊണ്ടിരുന്ന സമയത്ത്, രൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരുന്ന സമയത്ത് അയാളെ പരസ്യമായി ന്യായീകരിക്കാൻ ഒരു ഉളുപ്പും കാണിക്കാതിരുന്ന ആ സ്ത്രീ, അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്തായിരുന്നു? പ്രധാനപ്പെട്ട ജോലി ഏതോ ഒരു പരസ്യ ഏജൻസിയെ വെച്ച് റീലുകൾ ഉണ്ടാക്കി ഇട്ട് അതിൽ അഭിനമിക്കലായിരുന്നു അവരുടെ ജോലി. അവരെ എന്നിട്ട് വിജയൻ എവിടെ വെച്ചിരുന്നത്? അദാനി പോർട്ടിന്റെ മാനേജിംഗ് ഡയറക്ടർ മുഖ്യമായൊരു സ്ഥാനത്താണ് വെച്ചിരുന്നത്. ഒരു പണി അവർ ചെയ്യലായിരുന്നു എന്നാണ് അദാനിയുടെ പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ പരാതി ഉണ്ടായിരുന്നത്. ആ സ്ത്രീയെ ഈ സതീശൻ ഇപ്പം 3 സ്ഥാനങ്ങൾ കൊടുത്തിരിക്കുന്നു. അവരെ അവിടെ നിന്ന് മാറ്റി, പക്ഷെ 3 സ്ഥാനങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ, അതിലൊരെണ്ണം എക്സ്കൈഡർ തസ്തിക സൃഷ്ടിച്ചു പോലും അവിടെ കൊടുത്തു. മനസ്സിലായി? അതുപോലെ തന്നെ കെ ബിജു എന്ന് പറഞ്ഞിട്ട് വേറൊരു IAS, അയാൾ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ മുൻ മന്ത്രിയുടെ
മകനാണ്. അയാൾ പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അയാൾ പൊതുഭരണം എന്ന് പറഞ്ഞ നിർണായകമായിട്ടുള്ള വകുപ്പായി. ഇപ്പോൾ പൊതുഭരണം നിലനിർത്തിയെന്ന് മാത്രമല്ല ഒരു 5-6 വകുപ്പുകൾ കൂടെ അയാൾക്കും കൊടുത്തു. അല്ല, ഇതിലൂടെ എന്താണ് ഇയാൾ ഈ സതീശൻ ലക്ഷ്യമിടുന്നതെന്നാണ് മനസ്സിലാവാത്തത്. കാരണം ഇന്നലെ തന്നെ ഈ പ്രോസിക്യൂഷൻ വാദിക്കാത്തത് കൊണ്ട് ED ആക്രമണ കേസിലെ പ്രതി പുറത്തിറങ്ങി. കാരണം ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 1 മാസമാകാൻ പോകുന്നു. ഇതുപോലെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന CPM അനുഭാവികളായ പ്രോസിക്യൂട്ടർമാരെ പോലും മാറ്റാനുള്ള ഒരു മനസ്ഥിതി ഇവർ കാണിക്കാത്തതാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ദിവ്യ എസ് അയ്യരെ പോലെ പിണറായി വിജയനെ വാനോളം പുകഴ്ത്തുകയും പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ പോലും പുകഴ്ത്തുകയും ചെയ്ത ദിവ്യ എസ് അയ്യർക്ക് 3 സ്ഥാനങ്ങൾ കൊടുക്കുമ്പോൾ പിണറായി വിജയനെ തങ്ങളുടെ ഭാവി പോലും പണയം വെച്ച് അതിരൂക്ഷമായി വിമർശിച്ച ബി അശോക് എവിടെയുണ്ട്? ബി അശോകിന് ഒറ്റ പോസ്റ്റ് മാത്രമേ ഉള്ളൂ. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഒറ്റ പോസ്റ്റ് മാത്രമേ ഉള്ളൂ. എൻ പ്രശാന്ത് എവിടെയുണ്ട്? പിന്നെ അതിലൊരു ഇടനില പോസ്റ്റാണ് അയാൾക്കുള്ളത്. എന്നിട്ട് ഇവരുടെ അന്വേഷണം സംബന്ധിച്ച് ചോദ്യം വന്നപ്പോൾ സതീശൻ നിയമസഭ പറഞ്ഞെന്നറിയാം, അവർക്കെതിരായിട്ടുള്ള അച്ചടക്ക നടപടിയിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രശാന്തിനെതിരെ 10 അന്വേഷണങ്ങൾ, അശോകിനെതിരെ 5 അന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ടുള്ള പട്ടികയാണ് ഇയാൾ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായി? അവിടെയും ഇയാളുടെ ഇരട്ടത്താപ്പ് എന്താണ്? അവരെ സസ്പെൻഡ് ചെയ്തപ്പോഴത്തേക്ക് ഇയാൾ പറഞ്ഞെന്താണ്? ഞാൻ അധികാരത്തിൽ വന്നാൽ ഞാൻ ഒപ്പിടുന്ന ആദ്യത്തെ ഫയൽ നിങ്ങളെ തിരിച്ചെടുത്തുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് അയാൾ അധികാരത്തിൽ വന്ന് 20 ദിവസം അവരെ തിരിച്ചെടുക്കുന്നു. ഇപ്പോഴും അച്ചടക്ക നടപടി തുടരുകയും. അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇയാൾ നിലപാടല്ല, ഇരട്ടത്താപ്പാണ് ഇയാളുടെ മുഖമുദ്ര എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിലേറ്റവും പുതിയ ഒരു ഏടാണ് നമ്മൾ ഇന്നലെ നിയമസഭയിൽ കണ്ടത്. നമ്മളെന്താ നിയമസഭയിൽ കണ്ടത്? നമ്മളതൊന്ന് വിശകലനം ചെയ്യണം. ചമ്പക്കുളത്ത് അല്ലേ, മൂലം വള്ളംകളി അല്ലേ, ചമ്പക്കുളത്തെ വലിയ അവിടുത്തെ ആയിരക്കണക്കിന് ആളുകൾ വലിയ ഒരു ഉത്സവം പോലെ കൊണ്ടുകിടക്കുന്ന നമ്മുടെ പുന്നമടക്കായലിലെ വള്ളംകളിയുണ്ട്, നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെ പോലെ ആ പ്രദേശത്തെ മുഴുവൻ ആളുകളും വലിയൊരു ഉത്സവം പോലെ കൊണ്ടാടുന്ന ഒരു വള്ളംകളിയാണ് വള്ളംകളി. ആ വള്ളംകളി നടക്കുന്ന ദിവസം അവിടെ ഒരു പ്രാദേശിക അവധി, ജില്ലാതല അവധി പോലുമല്ല, ആ വള്ളംകളി നടക്കുന്ന സ്ഥലത്ത് അതൊരു ഉത്സവമായിട്ടാണ് കൊണ്ടുനടക്കുന്നുള്ളതുകൊണ്ട് അന്നൊരു പ്രാദേശിക അവധി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഭരണകക്ഷിയിലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ കുട്ടനാട് MLA ആയിട്ടുള്ള റെജി ചെറിയാൻ ഒരു സബ്മിഷൻ ഉന്നയിക്കുന്നു. ഉടനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എഴുന്നേറ്റിട്ട് പറയുന്നു, അതിങ്ങനെ ഉന്നയിച്ചിരിക്കുന്നു, ഇത് ഞങ്ങൾ പഠിച്ച് പരിശോധിച്ച് തീരുമാനിക്കാം എന്ന് പറഞ്ഞിരിക്കവേ അപ്പുറത്തിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് പറയുമ്പോൾ എന്താണ് അയാളുടെ വ്യക്തിത്വമായിട്ട്? എനിക്ക് മനസ്സിലാകാത്തത്, കാരണം ഇത്രയും ഒരു സബ്മിഷൻ ഉന്നയിച്ചു, അതിന്റെ മറുപടി പറയാനായിട്ട് നിയമസഭയിൽ പോയി ഒരു സെക്കൻഡ്, ഒരു 5 സെക്കൻഡ് പോലും പൂർത്തിയാക്കുന്നതിന് മുമ്പ് അതിനൊരു തീരുമാനം എടുത്ത് കൊടുക്കില്ല എന്ന് പറയാൻ ഇയാൾക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളത് അതൊരു വശം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ അതൊരു ചെറിയൊരു കാര്യമാണ്, അതൊരു ഞൊണ്ണല് പോലത്തെ കാര്യമാണ്. ആയിക്കോട്ടെ, മുഖ്യമന്ത്രിക്ക് ചോദിച്ച പരിപാടി അല്ലല്ലോ ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഞാൻ പറയുന്നത് അതിനൊരു പ്രാദേശിക അവധി കൊടുത്താൽ എന്താ കുഴപ്പം? ആ ആളുകൾ മുഴുവൻ സർക്കാരിൻ്റെ കൂടെ നിൽക്കുകയില്ലേ? അവരൊരു ഉത്സവം പോലെ കൊണ്ടാടുന്നതല്ലേ? അതിപ്പോൾ അവധി കൊടുത്തില്ലെങ്കിൽ പോലും അവിടെയുള്ള ആളുകളൊക്കെ അവധി എടുത്ത് അതിൽ പങ്കെടുക്കുന്നത്. ഇവിടെ തന്നെ തിരുവനന്തപുരം നഗരത്തിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പത്മനാഭസ്വാമി ആറാട്ടിന് കൊടുക്കുന്നുണ്ട്, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കൊടുക്കുന്നുണ്ട്, ഭീമപള്ളി ഉറൂസിന് കൊടുക്കുന്നുണ്ട്, വെട്ടുകാട് പള്ളിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ യഥാർത്ഥത്തിൽ അത് കൊടുക്കുക എന്നുള്ളതായിരുന്നു അതിനകത്തൊരു മര്യാദ. ഇനി പോട്ടെ, കൊടുത്തില്ലെങ്കിൽ കൊടുക്കില്ല എന്നെങ്കിൽ പോലും അത് പരിശോധിക്കാം എന്ന് പറഞ്ഞിരുന്നിട്ട് ഇരിക്കവേ തന്നെ ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് പറയുമ്പോൾ അയാളുടെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം എന്താ, അയാളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഞാനത് അവിടെ എനിക്ക് ഓർമ്മ വന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ പറയില്ല, ഇതുപോലെ പറയില്ല. കാരണം ഒരാളൊരു ആവശ്യം ഉന്നയിച്ചാൽ അത് ചെയ്തു കൊടുക്കാതിരിക്കുമ്പോൾ ഒരു സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അല്ല, അതവിടെ നിൽക്കട്ടെ. അത് ഞാൻ പറഞ്ഞത് അത് ഇതിനേക്കാളൊക്കെ വളരെ ഭേദമാണ്, ഈ പറയുന്നതിനേക്കാളൊക്കെ വളരെ ഭേദമാണത്. കാരണം അത് കൊടുക്കില്ല എന്നുള്ള അയാൾ പ്രവൃത്തിയിൽ കൂടെ കാണിക്കും, അത് അയാളുടെ ഒരു പക കാര്യങ്ങൾ. പക്ഷെ ഇതാണോ പരിഗണിക്കാമെന്ന് പറഞ്ഞിരിക്കവേ തന്നെ ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഇയാളെ നമ്മൾ മുഖ്യമന്ത്രി എന്നുള്ളതിൽ എങ്ങനെ നമ്മൾ വിശ്വസിക്കും? ഇയാൾ നമ്മളോട് സംസ്ഥാനത്തിന് അനുകൂലമായ ഒരു കാര്യം ചെയ്യാം എന്ന് പറയുന്ന ഇയാളുടെ വാക്കിന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഒന്നാമത്തെ കാര്യം. 2, ഇത് നിയമസഭയോട് കാട്ടുന്ന അനാദരവല്ലേ? അതെ, നിയമസഭയിൽ കൊടുക്കുന്ന ഒരു ഉറപ്പിനെ അപ്പോൾ തന്നെ ആ ഉറപ്പ് കൊടുക്കുന്ന ഭരണഘടനാ തലവൻ അതിനെ തള്ളിക്കളയുകയാണ്. തീർച്ചയായും. അതെ. അപ്പോൾ
നമ്മുടെ ഒരു ഗതികേട് ജനങ്ങളുടെ എന്ന് വിചാരിച്ചാൽ മതി. ഒന്നുകിൽ നമ്മുടെ തലയിൽ പിണറായി വിജയൻ, അല്ലെങ്കിൽ നമ്മുടെ തലയിൽ വി ഡി സതീശൻ. അല്ല, സതീശൻ എന്ന് പറയാൻ പറ്റേ എത്ര കാലം ഇത് മുന്നോട്ട് പോകും? കാരണം സതീശനെ സംബന്ധിച്ചിടത്തോളം കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, ഹൈക്കമാൻഡ് ഇവരെല്ലാവരും എതിരാണ്. ഹൈക്കമാൻഡിനെ പോലും സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം MLA-മാരെതിരാണ്. അതിലുപരി ഇപ്പോൾ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് വാദിച്ചയാളാണ് PM സുധീരൻ. അദ്ദേഹം പോലും എതിർക്കുന്നു, മുസ്ലിം ലീഗ് എതിർക്കുന്നു. അങ്ങനെ വരുമ്പോൾ എത്ര കാലം അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയും? അല്ല, അതൊക്കെ അയാൾക്കാണ് തോന്നേണ്ടത്. അതൊക്കെ ഭയങ്കര അപകടമാണ്, അല്ലെങ്കിൽ ആരും തർക്കവുമില്ല. പക്ഷെ ഇയാളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഇയാളുടെ ക്യാരക്ടറാണ് ഇതിനകത്തൂടെ പുറത്തു വരുന്നത്. ഇങ്ങനെ ഒരാളെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണം ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അപകടമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. അയാൾ പരിശോധിക്കാമെന്ന് പറയുന്ന അയാൾ അത് നമ്മൾ കൊടുക്കില്ല കേട്ടോ, ഒന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കൊടുക്കില്ല. അയാൾ തുറന്നു പറയുകയാണ് ആരെടുത്ത്? ഏറ്റവും സീനിയറായിട്ടുള്ള, തന്നെക്കാൾ സീനിയർ ആയിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിയെടുത്ത് അപ്പം തന്നെ തുറന്നു പറയും. അപ്പം ഇതുപോലൊരു ഇരട്ടത്താപ്പ് മുഖമുദ്രയാക്കിയ ഒരു രാഷ്ട്രീയ നേതാവാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇരിക്കുന്നത് എന്ന് നമ്മൾ കൂടി പോരാടി കൊണ്ടുവന്ന ഒരു ഗവൺമെൻറ്റാണിത്. അതെ അതെ. നമ്മളെപ്പോലെ ലക്ഷക്കണക്കിന് ആളുകൾ പോരാടി 45 ലക്ഷം വോട്ട് നേടി അധികാരത്തിൽ വന്ന 102 പേരുടെ ഭൂരിപക്ഷമുള്ള മന്ത്രിസഭയുടെ തലപ്പത്തിരിക്കുന്നത് ഇതുപോലൊരു ഇരട്ടത്താപ്പുകാരനാണെന്ന് ഈ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഇരുട്ടുവെളുക്കെ പണിയെടുത്ത നമ്മൾക്ക് ഒരു മാസം കഴിയുമ്പോൾ പറയേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ഉള്ള അവസ്ഥ. ഇനി അവസാനിക്കുന്നതിന് മുമ്പ് സുമേഷ് പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. 10 താഴെ MLA-മാരെ അയാളുടെ കൂടെ ഉള്ളൂ, എല്ലാവർക്കും അറിയാതെ. ഹൈക്കമാൻഡിന് വലിയ അതൃപ്തിയിലാണ് ഹൈക്കമാൻഡ് ഇയാളെ ആക്കിയത് എന്നുള്ളത് നമുക്കറിയാം. ഇയാൾക്ക് വേണ്ടി ഡൽഹിയിൽ പോയി അതിശക്തമായി വാദിച്ചിട്ടുള്ള ആളാണ് PM സുധീരൻ. മദ്യത്തിൻ്റെ കാര്യത്തിലായാലും കരിമണ്ണിൻ്റെ കാര്യത്തിലായാലും പാർട്ടി തീരുമാനിക്കും, ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് K.C. വേണുഗോപാൽ തന്നെ പരസ്യമായി പറഞ്ഞതാണ്. മന്ത്രി പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ല എന്ന് മന്ത്രി പറഞ്ഞു. രമേശ് ചെന്നിത്തലയുടെയൊക്കെ നിലപാട് നമുക്ക് എന്താണെന്നുള്ളത് അറിയാം. അപ്പം ഈ നിലയിൽ പത്മവ്യൂഹത്തിലാണ് ഇയാൾ നിൽക്കുന്നത്. ഇയാൾക്ക് ആകെപ്പാടെയുള്ള പ്ലസ് എന്ന് പറയുന്നത് എന്താണ്? ജനങ്ങളുടേതായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു പിന്തുണയാണ്. ആ പിന്തുണ ഒറ്റയടിക്ക് അയാൾ ഒരടി കൊണ്ട് അയാൾ കളഞ്ഞില്ലേ? അയാളെ കൊണ്ടുവരാൻ വേണ്ടി രാവും പോലും പ്രവർത്തിച്ച് മുസ്ലിം ലീഗിനെ എതിരാക്കിയില്ലേ? അയാൾ ക്രിസ്ത്യൻ സഭകളെ മുഴുവൻ എതിരാക്കിയില്ലേ? അയാൾക്കൊപ്പം നിന്ന് രാഷ്ട്രീയ. അപ്പം അയാൾ തന്നെ ചിന്തിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇതിങ്ങനെ ഞാൻ പോയാൽ ഞാൻ തോട്ടിൽ കിടക്കും. ഇപ്പം ഇതുപോലൊരു നിലപാട് ഇയാൾ CPM-നകത്ത് നിന്നാണ് എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ 5 വർഷം തുടർന്നേനെ. അതാണ് പിണറായി വിജയൻ്റെ കാര്യത്തിൽ തുടർന്നത്. പക്ഷെ കോൺഗ്രസ് ആണ് പാർട്ടി, നടക്കില്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിക്കകത്ത് ഈ പണിയും കൊണ്ട് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊക്കെ സ്വയം കൃതാനർത്ഥമാണ്. ഇരിക്കുന്ന കൊമ്പ് ഇയാള് മുറിക്കുകയാണ്. എന്തിനാണ് അയാൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അയാൾക്ക് ഇതുപോലൊരു സ്ഥാനത്തേക്ക് എത്താൻ പറ്റി കഴിയുമ്പോൾ അയാൾ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ജനങ്ങളെയും തനിക്കെതിരായവരെ മുഴുവൻ എല്ലാവരെയും അനുകൂലമാക്കി വലിയൊരു ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് അയാൾ അധികാരത്തിൽ നിന്ന് തുടരാൻ ശ്രമിക്കേണ്ടതിന് പകരം താൻ ഏറ്റവും വലിയ ഏകാധിപതിയാണെന്ന് അധികാരത്തിൽ വന്ന് 1 മാസത്തിനുള്ളിൽ തന്നെ അയാൾ തെളിയിക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾ സ്വയം ഈ പറഞ്ഞ പോലെ ചെളി നിറഞ്ഞു കിടക്കുന്ന ഒരു ചെളിവെള്ളത്തിലേക്ക് ചാടി, അല്ലെങ്കിൽ ഒരു ആത്മഹത്യാ മുനമ്പിൽ വന്നിട്ട് ചാടി അങ്ങ് സ്വയം ആത്മഹത്യ ചെയ്യുന്ന ഒരു നിലയിലേക്കാണ് അയാൾ പോകുന്നത് എന്ന് അയാൾ ചിന്തിച്ചാൽ അയാൾക്ക് കൊള്ളാം. ഇതൊക്കെ നമ്മളെപ്പോലെ ഇപ്പം എന്നെ പോലെയുള്ള പൊതുപ്രവർത്തകർ ഇത് പറയുന്നത് ഇയാളോടൊരു വിരോധം ഉണ്ടായിട്ടല്ല. ഈ മുഖ്യമന്ത്രി നമുക്ക് എന്താണ് വിരോധം? നമുക്കൊരു വിരോധമില്ല. അപ്പോൾ ഈ മുഖ്യമന്ത്രി നല്ലപോലെ കാര്യങ്ങൾ ചെയ്താൽ ആ മുഖ്യമന്ത്രിയെ വാനോളം നമ്മൾ പിന്തുണച്ച് നമ്മളൊപ്പം നിൽക്കും. നമ്മൾ എതിർത്തിട്ടുണ്ടെങ്കിലും വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഈ സർക്കാർ വന്ന ആദ്യ നാളുകളിൽ നമ്മൾ അനുകൂലിക്കുന്ന നിരവധി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ കണ്ടടച്ച് ന്യായീകരിക്കാൻ കഴിയും. അപ്പം അതുകൊണ്ട് ഒരാൾ സ്വയം ചാടി മരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സ്വയം ചാടി മരിക്കണോ വേണ്ടയോ എന്നുള്ളത് അയാൾ തീരുമാനിക്കുക. ഇപ്പോഴത്തെ അയാളുടെ പോക്ക് അപകടമാണ്. അടിസ്ഥാനപരമായ അയാളുടെ സ്വഭാവത്തിൽ തന്നെ വലിയ ന്യൂനതകളുണ്ട് എന്നതാണ് ഇത്തരം സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം, എന്തുകൊണ്ടാണ് അവധി കൊടുക്കില്ല എന്നൊരു കടുത്ത നിലപാടിലേക്ക് ഈ വി.ഡി. സതീശൻ അങ്ങനെ പറഞ്ഞത് എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് യാതൊരു വിഷയവുമില്ല, അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്തൊരു കാര്യമാണ്. എന്തായാലും വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവ രീതി പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടതാണ്. അതിനെക്കുറിച്ച് ഞങ്ങൾ ഉൾപ്പെടെ വിശകലനം നടത്തിയിട്ടുള്ളതാണ്, വിമർശിച്ചിട്ടുള്ളതാണ്. പക്ഷേ
ഇത്ര പെട്ടെന്ന് മുഖ്യമന്ത്രി ആയതിനു ശേഷമെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതിയിൽ ഒരു മാറ്റം വരുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും അദ്ദേഹം ഒരു ഇരട്ടത്താപ്പിൻ്റെ രാജകുമാരനാണ് എന്ന് നമുക്ക് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയേണ്ടി വരുന്നു എന്നുള്ളത് വേദനാജനകം തന്നെയാണ്. ഒന്നുകിൽ പിണറായി അല്ലെങ്കിൽ സതീശൻ എന്ന മട്ടിലേക്ക് നമ്മൾ പോകേണ്ടി വന്നിരിക്കുന്നതും മലയാളിയുടെ ഒരു ഗതികേടാണ്. എന്തായാലും ഈ ഒരു പോക്ക് വെച്ചുകൊണ്ട്, ഈ ഒരു ശൈലി വെച്ചുകൊണ്ട് സതീശന് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും.